അംശങ്ങൾ രംഗത്ത് വരാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് സോളിഡാരിറ്റി ഈ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചത്. 2008 സെപ്റ്റംബർ 22-25 തീയതികളിൽ US ഉദ്യോഗസ്ഥന്മാർ കോഴിക്കോട് സന്ദർശിക്കുകയും നിലവിലെ മന്ത്രിസഭയിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ MK മുനീറുമായി ചർച്ച നടക്കുകയും ചെയ്തു. അന്ന് US കോൺസുലേറ്റിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് വയനാടൻ മലനിരകളിൽ കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനം നടത്തുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ അവരോട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ വെളിപ്പെടുത്തൽ പിന്നീട് മുൻ മന്ത്രി തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിക്കിലീക്സ് രേഖകളിൽ വന്ന വെളിപ്പെടുത്തലുകൾ ശരിയാണ് എന്ന ഒരു സമ്മതവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 3 വർഷത്തോളമായി ഈ വളരെ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അറിഞ്ഞ വിവരം നമ്മുടെ നാട്ടിലെ പൊതുമാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ നമ്മുടെ നാട്ടിലെ നിയമ നടപടികളുടെ ഉദ്യോഗസ്ഥന്മാരോടോ മറച്ചുവെക്കുകയും എന്നാൽ അമേരിക്കൻ കൗൺസിലേറ്റിനോട് വെളിപ്പെടുത്തുകയും ചെയ്തത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു തീവ്രവാദ പ്രശ്നം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയുള്ള സംഘടനകൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുവാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങേണ്ടതായിരുന്നു. തീവ്രവാദവും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒളിപ്പിച്ചു വെക്കുക, മറച്ചുവെക്കുക, വിവരങ്ങൾ അറിഞ്ഞിട്ട് മറച്ചുവെക്കുക എന്ന് പറയുന്നത് വലിയ ക്രിമിനൽ കുറ്റമാണ് എന്നും അത്തരം കുറ്റങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ എപ്പോൾ ജയിലിലാണ് എന്ന് നമുക്കറിയാം. സൂഫിയ മാദിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാദിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള കേസുകളിൽ NIA അവർക്കെതിരെ എടുത്തുള്ള ചാർജ് ഷീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നേരത്തെ അറിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞില്ല എന്നതാണ് അവർക്കെതിരെയുള്ള ചാർജ് ഷീറ്റുകളിലെ ഒരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കുറ്റമായി ആണെങ്കിൽ ആ കുറ്റം മന്ത്രി മുനീർ ചെയ്തിട്ടുണ്ട്. 3 വർഷത്തോളമായി മന്ത്രി മുനീർ അത് വളരെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വലിയ കുറ്റം ചെയ്ത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്ത ഒരാൾ മന്ത്രിയായി തുടരുക എന്ന് പറയുന്നത് ശരിയല്ലാത്ത നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് UDF ഗവൺമെന്റ് അടിയന്തരമായി അദ്ദേഹത്തെ രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരം അറിഞ്ഞിട്ട് രഹസ്യമാക്കി വെച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കണം. കേരള സംസ്ഥാനം അദ്ദേഹത്തിനെതിരെ സമഗ്ര അന്വേഷണം നടത്തണം. ആ നിയമ നടപടികൾ സ്വീകരിക്കണം. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ നടക്കുന്ന മുസ്ലിം വേട്ടയും MK മുനീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കന്നിചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. വിക്കിലീക്സ് രേഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് പോലെ അമേരിക്കയുടെ കൗൺസിലേറ്റുമായി നിരന്തര ബന്ധമുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാവായിട്ടാണ് മുനീറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കേരളത്തിൽ നിന്നുള്ള ഒരു അമേരിക്കൻ നയതന്ത്ര മേഖലയിലെ ഒരു ഇൻഫോർമറാണ് MK മുനീർ. മുസ്ലിം തീവ്രവേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പക്ഷത്ത് നിൽക്കുകയും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ സൗഹൃദത്തിന്, കേരളത്തിലെ സാമൂഹിക സൗഹൃദത്തിന്, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസതയ്ക്ക് വ്യാജ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആ വിശ്വാസത തകർക്കുകയും സാമൂഹികമായ ഒരു സന്തുലിതത്വവും സൗഹൃദവും തകർക്കുന്നതിന് മുനീർ നേതൃത്വം വഹിച്ചു എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു സാമൂഹിക സൗഹൃദം തകർക്കുന്ന അമേരിക്കയുടെ നിരന്തരം ഇൻഫോർമറായ ഒരാളെ മുസ്ലിം ലീഗിന്റെ സാരഥിയെ നിലനിർത്താൻ പറ്റുമോ എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് അതിൽ നിലപാട് വ്യക്തമാക്കാതെ ഒഴിഞ്ഞുമാറുന്നത് അവരുടെ രാഷ്ട്രീയ പ്രാപ്തത്വമാണെന്നും സാമ്രാജ്യത്വ ദാസന്മാർ ലീഗ് നേതൃത്വത്തിൽ ശക്തമാണെന്നതിന്റെയും തെളിവാണ്. അതുകൊണ്ട് ലീഗ് നേതൃത്വം അതിൽ നിലപാട് വ്യക്തമാക്കണം. കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരം സ്തോഭജനകമായ ഒരു മന്ത്രിക്കെതിരെ ഇത്രയും കരുത്തുള്ള അല്ലെങ്കിൽ വളരെ വ്യാപകമായ ശക്തമായ ഒരു സംഭവം പുറത്തു വരികയും
ആ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം അത് മന്ത്രി അംഗീകരിക്കും, മുന്നീട് അത് അംഗീകരിക്കുകയും കേരളത്തിലെ തീവ്രവാദവുമായി ഞാൻ പറഞ്ഞത് ശരിയാണ്, കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്, വിക്കിലീക്സിൽ വന്ന രേഖകൾ മുഴുവൻ ശരിയാണെന്ന് മുന്നീർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞത് നമുക്ക് അതിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകും. അത് മുന്നീർ തന്നെ സമ്മതിച്ചിരിക്കെ, മുന്നീർ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിരിക്കെ കേരളത്തിലെ പ്രതിപക്ഷം മുന്നീറിനെതിരെ ശക്തമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമർ മന്ത്രിസഭയിൽ അംഗമാകുന്നതും തുടരുന്നതും നമ്മുടെ നയവികാസത്തിൽ, നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം വ്യാപക ശക്തമായ സമരരംഗത്ത് ഇറങ്ങണം എന്നതാണ് സോളിഡാരിറ്റിയുടെ ആവശ്യം.